മലപ്പുറം മഞ്ചേരി കാരാപ്പറമ്പിൽ ബസ്സുമായി കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. അരീക്കോട് ചക്കിങ്ങൽ സ്വദേശി നിയാസ് ചോലയ്ക്കൽ ആണ് മരിച്ചത്. ഷഹദ് തുടരുന്നുണ്ട്. ഷഹദ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ? ഇന്നലെ രാത്രിയാണ് വേണു ഈ അപകടം സംഭവിക്കുന്നത്. കാരണം ഈ വാഹനം ഇടിക്കുകയായിരുന്നു. മലപ്പുറം മഞ്ചേരി കാരപ്പറമ്പിൽ ആണ് ഈ സംഭവം നടക്കുന്നത്. ബസ്സും സ്കൂട്ടറുമാണ് കൂട്ടിയിടിച്ച് ഈ അപകടം സംഭവിക്കുന്നത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറെ വേദന ജനിപ്പിക്കുന്ന കാര്യം. രാത്രിയാണ് ഈ അപകടം സംഭവിച്ചത്. പക്ഷേ അപകടത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശരി, ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ജീവനക്കാരുടെ സമരം അവസാനിച്ചെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പൂർണ്ണമായും പുനരാരംഭിച്ചില്ല. കൊച്ചി, കരിപ്പൂർ, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ റദ്ദാക്കി. കരിപ്പൂരിൽ നിന്നും പുലർച്ചെ ദമാമിലേക്കും മസ്കറ്റിലേക്കും സർവീസുകൾ പുറപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള സർവീസുകൾ ഭാഗികമായും പുനരാരംഭിച്ചു. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, ഈ വിമാന സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാകാൻ എത്ര സമയമെടുക്കും? ഇപ്പോഴുള്ള സാങ്കേതികവും മറ്റുമായിട്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? വേണു, നിലവിൽ വിമാന സർവീസുകൾ സംസ്ഥാനത്ത് പൂർവ്വസ്ഥിതിയിലാകാൻ 36 മണിക്കൂറുകൾ കൂടി എടുക്കുമെന്നുള്ളതാണ് വിമാനത്താവള അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഇന്ന് 5 സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് 8 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഏതായാലും നേരത്തെ അറിയിപ്പ് നൽകിയതിനാൽ കൊച്ചിയിൽ യാത്രക്കാർ എത്തിച്ചേരേണ്ട ഒരു സ്ഥിതി ഉണ്ടായില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല.